എന്ത് ചെയ്തിട്ടും ചാനൽ റീച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ എവിടെ എത്തുന്നില്ല എന്ന് പരാതി പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളാണ് ഇന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും അവസാനത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ആദ്യം 1 2 3 എന്ന് പോകുന്നതിന് പോലെ നേരെ 5 4 എന്നുള്ള രീതിയിൽ പോവാം. അതിൽ 5ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടോപ്പിക് ഇല്ല എന്നുള്ളതാണ്. പലരും ഇടുന്നത് എന്തൊക്കെയോ അവർക്ക് തോന്നിയ പോലെയുള്ള പല കണ്ടൻറ്റുകൾ ഇട്ടിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ കുറച്ച് കാലം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2018 അല്ലെങ്കിൽ 2020 ചിലപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട ആളുകളൊക്കെ സക്സസ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ പല ഫേമസ് ആയ ആളുകൾക്ക് പോലും റീച്ച് കുറഞ്ഞിട്ട് കാണാം. അതായത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന വീഡിയോസ് കാണാൻ ആളുകളും ഇല്ല. നിങ്ങൾ പോലും കാണാറുണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാസ്റ്റിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കും ഇല്ലാത്ത വീഡിയോസൊക്കെ നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകളുടെ ഈ കാണുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിയാണ് നമ്മളിങ്ങനെ വീണ്ടും പഴയ സാധനങ്ങളിൽ തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു ടോപ്പിക്ക് വേണം. അപ്പം പലപ്പോഴും ആളുകൾ ചോദിക്കും, അപ്പം ഞാൻ പല വീഡിയോ ഇടുന്ന ആളാണ്, കുക്കിംഗ് ഇടും, ട്രാവലിംഗ് ഇടും, എല്ലാം ഇടും, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേര് സാബിർ എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ ഫുൾ നെയിമായ മുഹമ്മദ് സാബിർ എന്നിട്ടിട്ട് ചാനൽ തുടങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സാബിർ എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങി വിചാരിക്കുക. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ എൻ്റെ പേരിലാണ് ചാനലുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യും, ഞാൻ ബുക്ക് റീഡ് ചെയ്യും, ഞാൻ ട്രാവലിംഗ് ചെയ്യും, ഞാൻ കുക്കിംഗ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യും. അത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതെല്ലാ ടോപ്പിക്കുകളിലും ഉൾപ്പെടുത്താം. കാരണം അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഞാനാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാണിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് അതിൻ്റേതായ രൂപത്തിൽ അതിനൊരു താളമുണ്ടല്ലോ, ഈ രൂപത്തിൽ വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വാരി വലിച്ച് എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാണില്ല. അതിനെല്ലാത്തിനും ഒരു സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ ആ കറക്റ്റ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ അത് നടക്കുള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വീഡിയോക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി വേണ്ടത് തമ്പനെയിലാണ്. അപ്പോൾ പലരും എന്ത് ചെയ്യും, ഈ തമ്പനെയിൽ വളരെ കുറച്ച് പ്രാധാന്യം മാത്രമേ കൊടുക്കുള്ളൂ. കാരണം അവർ എന്തെങ്കിലുമൊക്കെ ഈ ചില ആപ്പുകളിൽ കയറിയിട്ട് മലയാളം എഴുതാനുള്ള സംവിധാനം ഉണ്ടാകും. അതായത് മലയാളം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് മലയാളം ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യും. അതായത് മലയാളം ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം എഴുതാം, പക്ഷെ അതിനെ തിക്കാക്കാനോ ബോൾഡാക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, എന്തെങ്കിലും മലയാളം ടെക്സ്റ്റ് എഴുതിയിട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണില്ല. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടാൽ മാത്രമേ CTR വരുള്ളൂ. CTR വന്നാൽ മാത്രമേ വീഡിയോസ് ആളുകൾ കാണുള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, തമ്പനയിലെ കാര്യം. പിന്നെ തമ്പനയിലെ സ്ഥിരം ഞാൻ പറയുന്നതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് പോകാത്തത്. ഇനി മൂന്നാമത്തെ കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആളുകൾ പലപ്പോഴും വീഡിയോ തുടങ്ങുന്നത് ഒരു ആനിമേഷൻ ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറേ പക്ഷികൾ പറക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കുറേ ടെക്സ്റ്റിങ് തിരിഞ്ഞ് മറിഞ്ഞ് വരുന്നത്, ഇങ്ങനെയുള്ള സാധനം ഇട്ടിട്ടാണ്. നമ്മൾ DD4 ഉണ്ടായിരുന്നില്ലേ പണ്ട് ചാനൽ, അത് ആ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറിയ കാലഘട്ടത്തിലാണ് ഈ ഗ്ലോബ് തിരിഞ്ഞു ഇങ്ങനെ വന്ന് ആ വെൽക്കമൊക്കെ കാണിക്കുന്ന പരിപാടിയൊക്കെ. അതൊക്കെ മാറിയിട്ട് കാലം കുറേ ആയി. ഇപ്പം നിങ്ങളുടെ പക്ഷി ഉറക്കമൊന്നും കാണാൻ വേണ്ടി ആളുകൾക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക്, ഒന്നും പറയാനില്ലെങ്കിൽ ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്താണ് വീഡിയോ എന്നുള്ളതിന് ചെറിയൊരു രൂപം പറയും. അത് നിങ്ങൾക്ക് പറയാൻ സമയമുള്ളത് 30 സെക്കൻഡാണ്, 30 സെക്കൻഡ്. ഈ 30 സെക്കൻഡിൽ 10 സെക്കൻഡിലാണ് ഇതിന് ഹൂക്ക് എന്ന് പറയും. അതായത് നിങ്ങൾ പറയുന്ന ആ 10 സെക്കൻഡിൽ പറയുന്ന വാക്ക് എന്താണോ, കാണിക്കുന്ന വിഷ്വൽ എന്താണോ, അതിന് ബേസ് ചെയ്തിട്ടാണ് ആളുകൾ കാണുക. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം തുടക്കക്കാരായ ആളുകൾ അല്ലെങ്കിൽ വീഡിയോ എവിടെ എത്താത്ത ആളുകൾ ചെയ്യുന്ന 5 മിസ്റ്റേക്ക് എന്നാണ്. അപ്പോൾ ഈ 5 മിസ്റ്റേക്കാണ് നിങ്ങൾ ഹൂക്ക് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ പക്ഷി പറക്കുന്നതും പടക്കം പൊട്ടുന്നത് പോലെയുള്ള ആനിമേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. യൂട്യൂബ് ഓരോ 3 മാസം കഴിയുമ്പോഴും ഇവരുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അൽഗോരിതം ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞതായിരിക്കില്ല ഇപ്പം വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓരോ 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ചിട്ട് നമ്മൾ തീരും. പിന്നെ നമ്മൾ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം,
ഈ രണ്ടാമത്തെ കാര്യം ഒരുപാട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഞാൻ കാണാറുണ്ട്. പക്ഷെ പലരും, എനിക്ക് തോന്നുന്നു പലരും ഇത് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3 മിനിറ്റിൽ താഴെയുള്ള ലോങ് വീഡിയോ ചെയ്യുക. അതിനെ ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ 2 മിനിറ്റിലും താഴെയുള്ള ലോങ് വീഡിയോ ചെയ്യുക എന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം റീസൺസ് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് കാരണങ്ങൾ പറഞ്ഞുതരാം എന്തുകൊണ്ട് എന്നുള്ളത്. വെറുതെ ഇപ്പം ഞാൻ അത് മണ്ടത്തരാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിതിൻ്റെ കൃത്യമായ റീസൺസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, നിങ്ങൾ 2 മിനിറ്റുള്ള താഴെയുള്ള വീഡിയോ ഇടുന്നു വിചാരിക്കാം. എന്തെങ്കിലും ഭാഗ്യത്തിന് അത് ഒരു 2 ലാക്ക് കയറിപ്പോയി. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വാച്ച് അവർ വളരെ കുറച്ചേ കിട്ടുള്ളൂ. കാരണം 2 മിനിറ്റ് നിങ്ങൾ വീഡിയോ ഉള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ ആദ്യത്തെ ഒരു ലെക്ക് പോയി. അതായത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സാധ്യതയുള്ള ഒരു അവസരം അവിടെ മിസ്സായി. ഇനി ഇത് അവസരം മിസ്സായി എന്നുള്ളത് മാത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബ് എപ്പോഴും നോക്കുന്നത് അവരുടെ പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആളുകളെ കൂടുതൽ നേരം നിർത്തിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നേരം പിടിച്ചു നിർത്തിക്കുന്ന വീഡിയോസാണ് യൂട്യൂബിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്തിട്ട് യൂട്യൂബ് കൂടുതൽ വ്യൂസ് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള വീഡിയോസിനാണ്. അതായത് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ സമയം ആളുകൾ നിൽക്കണം. നിങ്ങൾ 2 മിനിറ്റ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, അല്ലെങ്കിൽ 2 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ചെയ്താൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവിടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കുറയും. കാരണം ലോങ് വീഡിയോ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ മോണിറ്റൈസേഷൻ ആയവർക്ക് അറിയാം, 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിനാണ് നമുക്ക് മിഡ് റോൾ ആഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് 8 മിനിറ്റാണ് യൂട്യൂബ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂട്യൂബ് 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിനാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള 8 മിനിറ്റുള്ള ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നോക്കുന്ന സമയത്ത് ഒരു 4 മിനിറ്റ് ആളുകൾ കണ്ടു, അല്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടു യൂട്യൂബ് നോക്കുക എന്ന് വിചാരിക്കുക. അതേ സമയത്ത് നമ്മൾ ഈ 1.5 മിനിറ്റുള്ള വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എത്രയായിരിക്കും? ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ യൂട്യൂബ് മനസ്സിലാക്കുന്നത് ഇത് ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ഇത് ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും 2 മിനിറ്റല്ലേ ഉള്ളൂ, അപ്പോൾ അതിൽ 1.5 മിനിറ്റ് കണ്ടാൽ തന്നെ വ്യൂ ഡ്യൂറേഷൻ കൂടിയില്ലേ? അത് കൺസിഡർ ചെയ്യുന്ന കാര്യമല്ല. കാരണം പിന്നെ കൂടുതൽ സമയം പ്ലാറ്റ്ഫോമിൽ ആളുകൾ ചിലവാക്കുന്ന വീഡിയോസാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് കൺഫേം ആണ് എന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം. 10 മണിക്കൂർ 8 മണിക്കൂർ ഉള്ള വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. അതുപോലെ നിങ്ങൾ 1.5 മണിക്കൂർ പോഡ്കാസ്റ്റുകളൊക്കെ ലക്ഷങ്ങൾ വ്യൂസ് വന്നിട്ട് കാണാം. അവർക്കൊക്കെ വരുന്ന റവന്യൂ പറഞ്ഞാൽ അത്രയും വലിയ രീതിയിലേക്ക് റവന്യൂ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് എപ്പോഴും ഒഴിവാക്കുക. അതായത് നിങ്ങൾ 2 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ ഒരു 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതായത് ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത്. ഷോർട്ട് വീഡിയോൻ്റെ അല്ല പറയുന്നത്, ലോങ് വീഡിയോൻ്റെ കാര്യത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞുതരാം. ദിവസവും ഷോർട്ട് അപ്ലോഡ് ചെയ്യാം. ദിവസവും ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ദിവസവും 4ഉം 5ഉം ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അതിനേക്കാൾ വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനൊരു റീസൺ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം തെറ്റാണോ, ഞാൻ ആളുകൾക്ക് പൊട്ടത്തരം പറഞ്ഞു കൊടുക്കുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കി ഈ ടോപ്പിക്കിൽ. അവസാനം ഈ കുറേ വർഷങ്ങൾ, ഇപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഈ കാര്യം പറയുന്നു. ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടിപ്സൊക്കെ പറയുന്ന യൂട്യൂബറുണ്ട്, മൂപ്പര് പറഞ്ഞത്. ആരും എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് വീഡിയോ കൂടുതൽ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന അൽഗോരിതം മനസ്സിലാക്കുന്നത് ഈ ആളുടെ ചാനലിലുള്ള വ്യൂവേഴ്സ് വരുന്നത് മുഴുവൻ ഷോർട്ടിലൂടെയാണ്. അവർക്കൊക്കെ ഇഷ്ടം ഷോർട്ടാണ്. ഷോർട്ട് വീഡിയോക്കാണ് ഏറ്റവും റീച്ച്. അതുകൊണ്ട് യൂട്യൂബ് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ പുഷ് ചെയ്യും. നല്ല രീതിയിൽ പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 1000, 1500, 2000 ഒക്കെ വ്യൂസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഷോർട്സിന് നല്ലപോലെ വ്യൂസ് വരുന്നു, ലോങ് വീഡിയോക്ക് കൂടി വന്നാൽ 100, 150, 200, ഇതിൽ കൂടില്ല. ഷോർട്സ് കൂടുതൽ ഇടുന്ന ആളുകളെയൊക്കെ ലോങ് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഈ വ്യൂസിൽ കൂടില്ല. അതായത് ഞാൻ പറയുന്നത് സാധാരണ ആളുകളെ കുറിച്ചിട്ടാണ്. നോർമലി 1000, 1500 ഷോർട്ട് വ്യൂസ് വരുന്ന ആളുകളുടെ ലോങ് വീഡിയോ 100, 150, 200 കൂടില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനിപ്പോൾ ലക്ഷങ്ങൾ, 10 ലക്ഷം ഷോർട്ട് വ്യൂ വന്ന ആളുകൾക്ക് 1 ലക്ഷം ലോങ് വീഡിയോ വരാം. അതൊക്കെ പിന്നെ വലിയ വലിയ ആളുകളുടെ കാര്യമാണ്. അതിലേക്ക് നമ്മൾ കടക്കണം. നമ്മളിപ്പോൾ ഈ ഗ്രോ ആയി വരുന്ന ആളുകളെ കുറിച്ചല്ലേ പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനെ മറികടക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഓൾറെഡി ഒരാളുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പ്രശസ്തനായ ഒരാളാണെന്ന് വിചാരിക്കുക.
ഇപ്പം ഹനാൻ ചാനൽ പോലെയുള്ള ആളുകൾ, മൂപ്പരുടെ വീഡിയോസ് വന്നാൽ മൂപ്പരുടെ ഫോട്ടോ കണ്ടാൽ തന്നെ ആളുകൾ വന്ന് കാണും. അപ്പോൾ മൂപ്പര് ഷോർട്ട് ഇട്ടാലും ലോങ് ഇട്ടാലും ഈ അൽഗോരിതത്തിന് ബേസ് ആയിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൽഗോരിതം നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒരേപോലെ കയറിപ്പോവും. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അൽഗോരിതത്തിനെയാണ്. തുടക്കക്കാരെ ആളുകൾ മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്ന അൽഗോരിതം പുഷ് ചെയ്താൽ മാത്രമേ വീഡിയോസ് കയറിപ്പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അൽഗോരിതത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ ഉണ്ടായി. അതായത് നമ്മുടെ ചാനലിലെ ഓഡിയൻസിനെ എടുത്തിട്ട് അതിൽ കാഷ്വൽ വ്യൂവേഴ്സാണോ ന്യൂ വ്യൂവേഴ്സാണോ ആരാണ് കൂടുതൽ നോക്കാൻ. എല്ലാവർക്കും ന്യൂ വ്യൂവേഴ്സാണ് കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വീഡിയോ ഇടുമ്പോഴും പുതിയ പുതിയ ആളുകൾ വന്ന് ചാനലിൽ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് റീച്ച് കിട്ടുന്നുള്ളൂ. പലരും നിങ്ങൾ നോക്കിയാൽ മതി, അനലറ്റിക്സിൽ ഓഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ന്യൂ വ്യൂവേഴ്സാണോ കൂടുതൽ, എല്ലാ കാഷ്വൽ വ്യൂവേഴ്സാണോ എന്നുള്ളത്. കാഷ്വൽ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ കാണാൻ ആളുകളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അത് പലർക്കും ഇല്ല, അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലേക്ക് കടക്കുക കേട്ടോ. ഒരുപാട് ടോപ്പിക് ഉണ്ട്, ഇതൊക്കെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാമെന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. എന്തായാലും ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. അതിന് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ, പനി വരുന്ന സമയത്ത് ചുമയും ജലദോഷമൊക്കെ വരുന്നത് പോലെ അതിൻ്റെ കൂടെ വരുന്ന 2-3 വേറെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞുതരാം. അതിലൊന്നാണ്, നിങ്ങൾ വീഡിയോയിൽ സംസാരിക്കുമ്പം ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് പറയരുത്. കാരണം നിങ്ങളെ വീഡിയോ കാണുന്നത് ഒരാളാണ്. ഇപ്പം നിങ്ങൾ ഒരാളാണല്ലോ എൻ്റെ വീഡിയോ കാണുന്നത്. നിങ്ങൾ വീട്ടിലെല്ലാവരും കൂട്ടിയിരുത്തിയിട്ടാണോ നിങ്ങൾ വീഡിയോ കാണുന്നത്? അല്ല, ഒരു സിംഗിൾ പേഴ്സണാണ് പലപ്പോഴും വീഡിയോ കാണുക. 90% ഒരു സിംഗിൾ പേഴ്സണാണ് കാണുക. അപ്പോൾ ഒരാൾ കാണുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ആ ഒരാളോട് നിങ്ങളെല്ലാവരും എന്ന് പറയാം? ആ സമയത്ത് അവരുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നിങ്ങളുമായിട്ട് വരാൻ പോകുന്ന അറ്റാച്ച്മെൻറ്റ്, അത് മിസ്സാവും. അല്ലെങ്കിൽ അത് ആ കട്ടാവും. അവിടെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ പോലെ അടുത്തുള്ളൂ. കാരണം നിങ്ങൾ അയാളോടല്ല പറഞ്ഞത്, നിങ്ങൾ നാട്ടുകാരോടാണ് പറയുന്നത്. അതായത് നാട്ടുകാരെ നിങ്ങൾ കണ്ടോ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സണോടാവില്ല. നമ്മളിപ്പോൾ ഒരു വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിലിരിക്കുന്ന ഒരാളോട് ഏട്ടാ നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ അഭിപ്രായം പറയുമെന്ന് പറയുമ്പോൾ ആ ഒരു സിംഗിൾ പേഴ്സൺ നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യും, അല്ലേ? അതേപോലെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊതുവായിട്ട് എല്ലാവരുമായിട്ട് പറയുന്നതിന് പകരം ഒരാളെ മാത്രം മുന്നിൽ കണ്ടിട്ട് അവരോട് മാത്രം സംസാരിക്കുക. അതാണ് അതിൻ്റെ കറക്റ്റായ രീതി. ഇത് പക്ഷേ ഭയങ്കര ഇഷ്യൂ ഇല്ലെന്നല്ല, പനി വന്നാൽ ചുമയോ ജലദോഷമോ വരും, അത് അതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം അതിൻ്റെ കൂടെ, ഈ ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്ന കമൻറ്റ് ചെയ്യുന്ന രീതി, ഇത് കംപ്ലീറ്റ്ലി സ്പാമിംഗ് ആണ്. സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് സ്ട്രൈക്ക് വാണിംഗ് കൊടുത്തു, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിംഗ് കൊടുത്തു പറഞ്ഞാൽ ഇത് ചെയ്യരുത് എന്ന വാണിംഗ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും. പക്ഷേ അത് പുതുതായിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഗ്ലോബലി സ്പാമിംഗ് ആയിട്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത് സ്പാമിംഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുമില്ല. ഇനിയിപ്പോൾ വന്ന് കമൻറ്റ് ചെയ്ത പോലെ സബ് ചെയ്ത ആളുകൾക്ക് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ അൺസബ് ചെയ്തിട്ട് പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ ചാനൽ മറ്റൊരു സംഭവം അതിൽ വരും, അതിനെ ഷാഡോ ബാൻ എന്നൊക്കെ പറയും. ഈ ഷാഡോ ബാനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണെന്നത്. എന്തായാലും നിങ്ങൾ ആ കമൻറ്റിങ് ഒഴിവാക്കുക. പകരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണെന്നും നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ചെയ്യുന്നതെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ എഴുതിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഒരു കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ട് പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിൽ 5 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ 5 കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ മൊത്തത്തിൽ. എന്നിട്ട് ഇത് ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടും ഉറപ്പായിട്ടും. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിലവിൽ ഡെയിലി ഷോർട്ട് ഇടുന്ന ആളുകൾ ഷോർട്സ് പെട്ടെന്ന് നിർത്തലാക്കി കഴിഞ്ഞാൽ ചാനലിൻ്റെ ഷോർട്ടിനും വ്യൂസ് ഉണ്ടാവില്ല, ലോങ്ങിനും വ്യൂസ് ഉണ്ടാവില്ല. രണ്ടും അവിടെ സ്റ്റക്കായ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനാവോ ഡിപ്രഷൻ അടിക്കൊന്നും വേണ്ട. അത് മെല്ലെ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കണം. അത്രയും ക്ഷമ വേണം. നിങ്ങൾ ചിലപ്പോൾ 1 മാസം കണ്ടിന്യൂസ് ലോങ് വീഡിയോ ഇട്ടാലായിരിക്കും പിന്നീട് കയറിപ്പോവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആ കാര്യം, അതായത് ലോങ് വീഡിയോ റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോനെ നിർത്തലാക്കിയാൽ
അത് കുറച്ച് സമയമെടുക്കും. അത് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം എന്നാണ് പറയാറ്. കാരണം ടെൻഷൻ അടിക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ വാക്കും കേട്ടിതെല്ലാം ചെയ്തിട്ട് പണി കിട്ടി എന്ന് പറയരുത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതിൽ ഏതൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള 1 to 5 വരെയുള്ളതിൽ എത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് വെക്കുക. അടുത്ത ടോപ്പിക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ഓൺ ആക്കാത്തവരുണ്ട് ഒരുപാട് ആൾക്കാർ, അവർ ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.